ആലപ്പുഴയിൽ ഗർഭസ്ഥ ശിശുവിന് വൈകല്യം കണ്ടെത്തിയ സംഭവത്തിൽ ലാബുകൾക്കെതിരെ നടപടിയെടുത്ത് ആരോഗ്യവകുപ്പ്. 2 സ്കാനിംഗ് സെന്ററുകളുടെ ലൈസൻസ് റദ്ദാക്കി പൂട്ടി സീൽ ചെയ്തു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. വിവരങ്ങളുമായി എ വി ജയശങ്കർ ചേരുന്നുണ്ട്. ജയ്, ഇപ്പോൾ ഈ നടപടി അത് എന്തൊക്കെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്? കഴിഞ്ഞ ദിവസം 2 സമിതികൾ അന്വേഷിക്കാൻ, ഈ സംഭവം അന്വേഷിക്കാനുള്ളതിൽ ഒരു സമിതിയെ മാത്രം നിലനിർത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഈ സ്ഥാപനങ്ങൾ പൂട്ടി സീൽ ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്താണ്? അതായത് ഗർഭസ്ഥ ശിശുവിന് വൈകല്യങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് കർശന നടപടിയുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഈ സ്കാനിങ്ങൾ ഉൾപ്പെടെ നടത്തിയ 2 സ്കാനിംഗ് സെന്ററുകളുടെ ലൈസൻസാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് റദ്ദാക്കിയിരിക്കുന്നത്. തൊട്ടു പിന്നാലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും ഈ സ്ഥാപനത്തിലെ മുഴുവൻ സ്ഥാപനജംഗ വസ്തുക്കൾ ആരോഗ്യവകുപ്പ് സീൽ ചെയ്യുകയും ചെയ്തു. ഈ സ്ഥാപനം ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചു എന്നാണ് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഈ സ്കാനിങ്ങിൻ്റെ ഉൾപ്പെടെയുള്ള റെക്കോർഡുകൾ 2 വർഷം സ്ഥാപനത്തിൽ സൂക്ഷിക്കണമെന്നാണ് ചട്ടം. പക്ഷേ ഈ സ്ഥാപനത്തിൽ ഇതുവരെ നടത്തിയ സ്കാനിംഗ് സംബന്ധിച്ച ഒരു റെക്കോർഡുകളും ഇല്ല എന്ന ഈ പരിശോധനയിൽ കണ്ടെത്തി. എന്തായാലും സ്ഥാപനത്തിൻ്റെ 2 സ്ഥാപനങ്ങളുടെയും ലൈസൻസ് നിലവിൽ കട്ടാക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട സാധനങ്ങളെല്ലാം തന്നെ സ്കാനിംഗ് ഉപകരണങ്ങൾ ഉൾപ്പെടെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. ഇതിൻ്റെ അന്തിമ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാവുക. ഇതുമായി ബന്ധപ്പെട്ട് തുടർ നിയമ നടപടികൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് ആരോഗ്യവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും വിഷയത്തിൽ കർശന നടപടി വേണമെന്ന മന്ത്രി വീണ ജോർജ് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തുടർ നടപടികളുമായി ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിലും ഇതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകും. ഇതുമായി അന്തിമ റിപ്പോർട്ട് ഉടൻ തന്നെ ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രജിത്ത്.